പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒഡീഷ FC തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു ഇന്ന് നടന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് ഒഡീഷ FCയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നും മറികടക്കാനായിട്ട് സാധിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം ഇന്ന് സമനിലയിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം 2 ഗോളും നേടിയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പിന്നീട് സമനില ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത്. ബ്ലാസ്റ്റേഴ്സിന് നോവാ സുധോയും അതുപോലെ തന്നെ ജീസസ് ജിമിനസും ഇന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഇന്നത്തെ മത്സരത്തിലും പകരക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു സമനിലയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാലും 4 മത്സരം പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിന് 2 സമനിലയും 1 തോൽവിയും 1 പരാജയവുമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കുക അത് നിർണായകം തന്നെയാണ്. അടുത്ത മത്സരം ഈ മാസം 20-ാം തീയതി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയാണ്. എന്നാൽ നോവാ സുധോയി ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ തന്നെ മികച്ച പ്രകടനം തന്നെ നടത്തിയെന്ന് പറയേണ്ടി വരും. നോവാ സുധോയി എന്തായാലും മികച്ച പ്രകടനം തന്നെ നടത്തി. കൂടെ ജീസസ് ജിമിനസും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-2 സമനിലയുമായാണ് കലിംഗയിൽ നിന്നും മടങ്ങുന്നത്. എന്തായാലും എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇതുവരെ പരാജയം ഏറ്റിട്ടില്ല. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനിയുള്ള മത്സരങ്ങളിൽ.